എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മട്ടരി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി കാണാം. ഒട്ടും എണ്ണ ചേർക്കാതെ വളരെ ഹെൽത്തിയായി തയ്യാറാക്കാവുന്ന ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് പ്രധാനമായും നമുക്ക് വേണ്ടത് മട്ടരിയാണ്. സാധാ മട്ടരിയോ റേഷൻ മട്ടരിയോ അങ്ങനെ ഏതരി വേണമെങ്കിലും നമുക്കതിലേക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് മട്ടരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് അളന്നെടുത്ത ശേഷം 3-4 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിയിലെ വെള്ളമെല്ലാം കഴിയുന്നത്ര വാർന്നു കളഞ്ഞെടുക്കാം. അതിനുശേഷം ഈ അരി നമുക്കൊന്ന് വറുത്തെടുക്കണം. അരി വറുത്തെടുക്കാനായിട്ട് ഇതുപോലെ ചുവടുകട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച ശേഷം അരി ഈ പാത്രത്തിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. അരിയുടെ കളറെല്ലാം നന്നായിട്ട് മാറി നമ്മളിതൊന്ന് കടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടുന്ന ആ ഒരു പാകം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് 5-6 മിനിറ്റ് തുടർച്ചയായി ഇളക്കി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അരിയെല്ലാം കുറച്ചൊന്ന് ഡ്രൈ ആയി ഇതുപോലെ തനിയൊന്ന് പൊട്ടി വരുന്നതായി നമുക്ക് കാണാം. വീണ്ടും 1-2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഒരു 6 മിനിറ്റ് ആയപ്പോഴേക്കും അരിയുടെ കളറും ഷേപ്പും എല്ലാം മാറി അരി ഇതുപോലെ കുറച്ചൊന്ന് വിടർന്നു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് അരി വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടാനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നിലക്കടലയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പച്ച നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. വറുത്തതാണെങ്കിൽ വീണ്ടും വറുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം തീയിൽ വെച്ച് നന്നായിട്ട് ഫ്രൈ ആക്കി കിട്ടും വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിനൊന്ന് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാഷ്യൂ നട്ട്സ് ആണ്. ഞാനിവിടെ ഏകദേശം 15ഓളം വറുത്ത കാഷ്യൂ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ പാത്രത്തിൻ്റെ ചുവടിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെറിയൊരു പാൻ സ്റ്റൗവിൽ വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ തേങ്ങക്കൊത്ത് ചേർത്തിട്ട് തേങ്ങക്കൊത്തിൻ്റെ കളറെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടും വരെ ഒന്ന് വറുത്തെടുത്ത ശേഷം ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ ഒരു പലഹാരത്തിന് മധുരത്തിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനി തയ്യാറാക്കി അരിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അധികം കട്ടിയില്ലാത്തതും എന്നാൽ ഒരുപാട് ലൂസ് അല്ലാത്തതുമായ ഈ ഒരു പാകത്തിനാണ് ശർക്കര പാനി തയ്യാറാക്കേണ്ടത്. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അരിയുടെ ചൂടെല്ലാം മാറിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ 3-4 ഏലക്ക കൂടി ചേർത്തിട്ട് പുട്ടിന് പൊടിക്കുന്ന പോലെ ചെറിയ തരിയോടെ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അരി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടലയും കാഷ്യൂ നട്ട്സും ചേർക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് ഇതൊരുപാട് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് എടുത്തോട്ട് 3-4 തവണ ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. എല്ലാം ഇതുപോലെ പാകത്തിനൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ നിന്നും 1/4 ഭാഗം ചേർത്തിട്ട് മിക്സിയിൽ 2-3 തവണ ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് കറക്കിയെടുത്ത ശേഷം ഇത് നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ മധുരവും നനവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങക്കൊത്ത് അതിലുള്ള നെയ്യോടൊപ്പം ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൂടി എടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടരിയും നിലക്കടലൊക്കെ ചേർത്ത് വളരെ ഹെൽത്തി തയ്യാറാക്കാവുന്ന നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്